ബാലകൃഷ്ണ, ബാലകൃഷ്ണ, ഇതെന്തൊരു ഉറക്കത്? നേരെ എത്രയെന്നറിയോ? ബാലകൃഷ്ണ, എണീക്കുന്നു. ബഹളമൊന്നും ഉണ്ടാക്കണ്ട. തന്നോടാണ് മുറിക്കകത്ത് വരാൻ പറഞ്ഞത്. എനിക്കെന്താ ഈ മുറിക്കകത്ത് വന്നൂടെ? പാടില്ല, പ്രേതങ്ങളൊക്കെ പുറത്തു നിന്നാ മതി. ഇത് മനുഷ്യരെ ഉറങ്ങുന്ന സ്ഥലമാ. ഉറങ്ങിക്കോ, ആര് പറഞ്ഞു വേണ്ടെന്ന്? പക്ഷേ സൂര്യൻ ഉദിച്ചാ പിന്നെ ബാലകൃഷ്ണൻ ഉറങ്ങാൻ പാടില്ല. സൂര്യന്റെ സൗകര്യം നോക്കിയാണോ ഞാൻ ഉറങ്ങി ഉടനെ ചെയ്യുന്നത്? എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഉറങ്ങും, ഇഷ്ടമുള്ളപ്പോ എനിക്ക്. താനാരാ ചോദിക്കാൻ? ഇനി അതൊക്കെ ഞാൻ തീരുമാനിക്കും. അതെവിടുത്തെ ന്യായം? നല്ല ഒന്നാന്തര ഒരു ഹൃദയ ഈ നെഞ്ചിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. അത് നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. രാവിലെയും വൈകിട്ടും മുടങ്ങാതെ എക്സസൈസ് ചെയ്യണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്? കമോൺ കെട്ടടേ ബാലകൃഷ്ണൻ. പറഞ്ഞു ഇത് വലിയ കഷ്ടമായല്ലോ. ഒരു കഷ്ടമില്ല. ആദ്യത്തെ കുറച്ച് ദിവസം വിഷമമൊക്കെ കാണുള്ളൂ, പിന്നീട് ഇതൊക്കെ ഒരു ശീലമായിക്കോളും. നടക്ക്. ആദ്യ എക്സസൈസ് നടക്ക്. ചായ കുടിക്കട്ടോ? ചായ കുടിക്കട്ടോ? വേണ്ട, ചായ കുടിച്ചിട്ട് എക്സസൈസ് ചെയ്യാം. എക്സസൈസ് ചെയ്തിട്ട് ചായ കുടിച്ചാൽ മതി. ഈ ചെറുക്കനത് എന്ത് പറ്റി? 1 2 അയ്യോ, കൈതട്ടി. ഇനിയും 5 6 മതിയാ? 7 മതിയാ? മതി. നമുക്ക് ആ കൃഷ്ണക്കണിയനെ വിളിച്ചൊന്ന് പ്രശ്നം വെപ്പിച്ച് നോക്കിയാലോ? ഈ കവടിയും പളുങ്കും നിരത്തിന്ന് പറഞ്ഞ് കൂടിയ ബാധ വിട്ടുപോവോ? വെറുതെ കണിയാന് പൈസ കൊടുക്കാന്നല്ലാതെ. ചത്തവന്റെ ആത്മാവ് ഗതി കിട്ടാതെ അലഞ്ഞു നടക്കണ്ടാവും. അവന്റെ ജീവൻ പോയി നിങ്ങൾ തീർത്ത് പറയാൻ പറ്റുമോ? ഹൃദയം വേറൊരു ശരീരത്തിൽ ഇപ്പോഴും ബാക്കി നിൽക്കല്ലേ? കിടത്തി പൊറപ്പിക്കില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? വിരട്ടി ഓടിക്കണം. ആ വേലുമൂപ്പനെ കൊണ്ടുവരാം. മൂപ്പന്റെ കയ്യിൽ അടങ്ങാത്ത ബാധയുണ്ടോ? ശിഷ്യ ജ്ഞാനേശ്വര, എന്തോ? നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല ഗുരു. എന്നാൽ ഞാൻ കാണുന്നു. ഗതി കിട്ടാതെ ഒരുത്തൻ ഇവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു. ഗതി കിട്ടാത്തത് നിന്റെ അച്ഛൻ. കുടത്തില് പാമ്പുണ്ടാവൂട്ടാ. ഓം ബ്രഹ്മകടാഹ ഹിമകാരിണി മന്ത്രമനോജ്ഞരൂപനം. എവിടുന്ന് കിട്ടി പിച്ചക്കാരനെ? ചട്ടിയും കാലൊക്കെ ഉണ്ടല്ലോ അവന്റെ. സ്വാഹ. ഓം ഹ്രീം കാരണി മഹേന്ദ്ര പുണ്യരാശിയും സ്വാഹ. പക്ഷിദോഷം, പർവദോഷം, കാലദോഷം, ജലദോഷം, വായുദോഷം, നിണദോഷം, ദോഷമായ ദോഷമെല്ലാം പോ. ഓം സ്വാഹ. കാളി കാളിന്റെ പേയും നീലി നീലിന്റെ പേയും പേയായ പേയെല്ലാം പോ. ഓം സ്വാഹ. ഹ്രീം കാരണിയും. അയ്യോ, നീയാ? എന്താ ഇവിടെ? നിന്നെ ഒഴിപ്പിക്കാനുള്ള പണി എവിടെ നടക്കണേ? സർപ്പദോഷം, ദോഷമായ ദോഷമെല്ലാം പോ. ആ തലയിൽ ചുവന്ന കെട്ടും കെട്ടിയിട്ടുള്ള എല്ലനില്ലേ, അവനാള് പെശക. നിന്നെ ഓടിക്കാൻ നോക്കി നോക്കി അവസാനം ഞാൻ ഓടേണ്ടി വരുമെന്ന് എന്റെ പേടി. ആഹാ, അത്രയ്ക്കായോ? എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല അല്ലേ? നിന്നേക്കാൾ വലിയവനെ കണ്ടിട്ടുണ്ട്. അവനെ ഞാൻ ഒഴിപ്പിച്ചിട്ടുണ്ട്, ഒഴിപ്പിച്ചിട്ടുണ്ട്. ആഹാ, അത്രയ്ക്കായോ? അവൻ എന്റെ മോന്റെ അടുത്തേക്ക് വരണേ. ഞാൻ ചോദിക്കുന്നു, ഒഴിച്ചു പോട്ടോത്. അവൻ എന്റെ മോനെ തല്ലണു. അവന് വേദനിക്കണ്ട. ഒഴിഞ്ഞു പോവാ. എത്ര അടിക്കട്ടെ, അവൻ ഒഴിഞ്ഞു പോയാൽ മതി. അടിച്ചോ. ഒഴിഞ്ഞു പോവാ. നീ കാരണം അവന് തല്ലുകൊള്ളണേ. ഞാൻ അവന്റെ അച്ഛനാ. മരിച്ചു പോയെങ്കിലും എണ്ണുണ്ട്. ചെന്ന് പറയണ വേണ്ടാന്ന്. ചെല്ലാൻ ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞു ഞാൻ പോവില്ല, എനിക്ക് നിന്നോട്ട് പോകാൻ സാധിക്കില്ല. നീ പോയില്ലേ? ഇല്ല. പോയില്ലേ? തളർന്നുറങ്ങാ പാവം. ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് എന്തുമാത്രം തല്ലാവാൻ കൊണ്ടത്.
നിനക്കെന്റെ മോനെ തൊടാൻ പറ്റൂലേ? നിനക്ക് അത്രയെങ്കിലും ആവൂലോ. ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുമ്പോ എപ്പോഴും ഞാൻ കൊതിക്കും എന്റെ ദാക്ഷായണിയും മക്കളും ഒരിക്കലെങ്കിലും എന്നെ ഒന്ന് കണ്ടിരുന്നെങ്കിലെന്ന്, ഒരു പ്രാവശ്യമെങ്കിലും എന്റെ ശബ്ദം ഒന്ന് കേട്ടിരുന്നെങ്കിലെന്ന് പലപ്പോഴും ഞാൻ വിളിച്ചു നോക്കിയിട്ടുണ്ട്. ആ അവരുടെ ലോകത്ത് നമ്മളില്ലല്ലോ, അല്ലേടോ? അല്ല സാറേ, ഈ പ്രേതത്തിനെ എനിക്കൊന്ന് കാണാൻ എന്താണ് ഒരു മാർഗം? ഞാൻ ഒഴിച്ച് വേറെ ആർക്കും കാണാൻ പറ്റില്ല. അതല്ലേ എന്റെ പ്രശ്നം. അതെന്താ നിങ്ങൾ പേഴ്സണൽ പ്രേത? എടോ അതാണോ ഹൃദയബന്ധം. അവന്റെ ഹൃദയമല്ലേ എന്റെ നെഞ്ചത്ത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അത് കൊള്ളാലോ. എങ്കിൽ പിന്നെ മരിച്ചുപോയ പലരെയും നമുക്ക് കാണാലോ. അവരുടെ ഹൃദയത്തിൽ നമുക്ക് വെച്ചാ പോരെ? അല്ല, അങ്ങനെ സംഭവിച്ചൂടായില്ല. ശാസ്ത്രം വളരെയല്ലേ. എടോ മണ്ടത്തരം പറയാതോ. ഉള്ള പ്രേതത്തിനെ എങ്ങനെയും ഓടിക്കാൻ നോക്കുമ്പോൾ അയാൾ പുതിയ പ്രേതത്തെ കണ്ടുപിടിച്ചോണ്ട് വരുന്നത്. എന്നാ പിന്നെ ഒരു വഴിയേ ഉള്ളൂ. ഒരു ഒലക്കയുടെ പ്രശ്നം റിസ്ക് ആണ്. ചിലപ്പോ സമാധാനം പറയേണ്ടി വരും. എന്താന്ന് വെച്ചാ പറഞ്ഞു തൊലക്ക്. രാത്രി അവൻ ഉറങ്ങാൻ കിടക്കുമ്പോ, ഓ പ്രേതങ്ങൾ ഉറങ്ങാറില്ലല്ലോ, വേണ്ട ഉറങ്ങുമ്പോ തന്നെ വേണമെന്നില്ല, ഒറ്റയ്ക്കിരിക്കുന്ന ഏതെങ്കിലും സമയത്ത് പുറകിലൂടെ ചെന്ന് അവൻ കാണാതെ തലക്കൊരൊറ്റടി, ഒറ്റടിക്ക് തീരണം. ഒരിക്കൽ ചത്തത് കൊണ്ട് അല്ലയോടോ പ്രേതമായത്. പിന്നെങ്ങനെയാ കൊല്ലുന്നത്? ഞാൻ എന്തൊരു മണ്ടനാണ്. അത് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. തന്നോട് ഉപദേശം ചോദിച്ച എന്നെ വേണം തല്ലാൻ. നിക്ക്, ഞാൻ ഒന്നുകൂടെ ആലോചിക്കട്ടെ. താൻ ഇവിടെ നിന്ന് ആലോചിച്ചോ. അല്ല നിക്ക്, അവന്റെ പേരെന്താന്നാ പറഞ്ഞേ? എബി. അപ്പൊ നസ്രാണി. പിന്നെ എളുപ്പല്ലേ? എങ്ങനെ? കുരിശ്. കുരിശ? അതെ, ഒരു കുരിശ്. കുരിശ് കണ്ടാൽ ഏത് നസ്രാണി പ്രേതവും പേടിക്കും. In the name of Jesus Christ, go away from this house. Come on, go away from this house. ഏയ് ബാലകൃഷ്ണ, മാറ്റി പിടിക്കേ. ആവശ്യമില്ലാത്ത പണി വേണ്ട. അപ്പൊ പേടിയുണ്ടല്ലേ? Hail Mary, full of grace, the Lord is with thee. Blessed art thou and blessed is the fruit of thy womb, Jesus. ബാലകൃഷ്ണ, അത് ആവശ്യമില്ലാത്ത കളി വേണ്ട. കുരിശ് കണ്ടാൽ ഏത് ക്രിസ്ത്യാനി പ്രേതവും പേടിക്കും. അതാണ് നിയമം. വലിയ ഡ്രാക്കുള പേടിച്ചിരിക്കുന്നു, പിന്നല്ലയോ ഡൂക്കിലി താൻ. വേണ്ട വേണ്ട, മാറ്റ് ബാലകൃഷ്ണ. ഒഴിഞ്ഞു പോ. കൊളേസ്യർക്കുള്ള ലേഖനം 3-ാം ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് മരണത്തിന് ശേഷം നിന്റെ ജീവൻ ദൈവത്തോടുകൂടി മറിഞ്ഞിരിക്കണമെന്നുള്ളതാണ്. എന്നിട്ട് താൻ മാത്രം എന്തുവാ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? ബാലകൃഷ്ണ, തന്നെ ഒതുക്കാനൊക്കെ ഒന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഒല്ലൂർ പള്ളിയിൽ വെഞ്ചരിച്ച കുരിശാണത്. കർത്താവേ ശക്തി തരണേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഗോ അവേ ഫ്രം ദിസ് ഹൗസ്. ഐ സേ ഗോ. വിവാഹം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് തന്നെ നടത്തണമെന്നാ പ്രഭാകരന്റെ അഭിപ്രായം. അതിനെന്താ, ചെറുക്കന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നടക്കട്ടെ, ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. എന്നാ പിന്നെ അമ്പലത്തിലെ സൗകര്യം അനുസരിച്ച് മുഹൂർത്തം അങ്ങോട്ട് കുറിക്കുക, അല്ലേ? ശുഭസ്യ ശീഘ്രം. എന്താ, കർക്കടകം കഴിഞ്ഞ നടത്തിക്കൂടെ? ആയിക്കോട്ടെ, കർക്കടം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്നാണല്ലോ. അപ്പൊ പിന്നെ ഇറങ്ങല്ലേ, നേരെ ആയി. അപ്പെല്ലാം പറഞ്ഞ പോലെ ആയിക്കോട്ടെ. അമ്മാവ, ഞാൻ കേട്ടതൊക്കെ ശരിയാണോ? നീ എന്തൊക്കെയാ കേട്ടിരിക്കുന്നത് എനിക്ക് നിശ്ചയമില്ല. ഇനിയിപ്പോ സുജാതയുടെ കല്യാണക്കാരിയാണെങ്കിൽ ശരിയാ, ഞങ്ങൾ അതങ്ങടെ ഉറപ്പിച്ചു. അതിന് സുജാത സമ്മതിച്ചോ? ഇതെന്ത് ചോദ്യ ബാലകൃഷ്ണ? അവളുടെ സമ്മതം ഇല്ലാതെ ഞങ്ങൾ ഈ കല്യാണം നടത്തുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അമ്മാവ, ഞാനും സുജിയും അത് നേരത്തെ പറഞ്ഞു ഉറപ്പിച്ചിരുന്നല്ലേ? പണ്ട് കഴിഞ്ഞതും പടയെ ചത്തൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ അവസ്ഥ നിനക്ക് തന്നെ അറിയില്ല ബാലകൃഷ്ണ. അമ്മാവൻ കരുതുന്നത് പോലെ ഞാൻ കരുതുന്നതല്ലോ, സത്യമല്ലേ? ശാസ്ത്രമൊക്കെ ശരിയാണെന്ന് വേണമെങ്കിൽ സമർത്ഥിക്കാം. പക്ഷേ നമ്മൾ ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന ഒരു ശാസ്ത്രമല്ലേ, ആയസ് ഒടുങ്ങാതെ മരിച്ച ആ കൊച്ചന്റെ ഹൃദയം നിന്റെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം ആ ആത്മാവിന് മോക്ഷം കിട്ടില്ല. അതൊരു ഒഴിയാബാധയായിട്ട് കൂടെ തന്നെ ഉണ്ടാവും. മാത്രമല്ല, ദാനം കിട്ടിയ ഹൃദയത്തിന് എത്ര നാളത്തെ ആയുസ് ഉണ്ടാവുന്ന ഡോക്ടർമാർ ഉറപ്പൊന്നും തന്നിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ അറിഞ്ഞും കൊണ്ട് അങ്ങനെ ഒരു പരീക്ഷണത്തിന് എന്റെ മോളെ വിട്ടു തരണം. ആണും പെണ്ണുമായിട്ട് ഞങ്ങൾക്ക് ആകെ ഒന്നല്ലേ ഉള്ളൂ. അവള് കണ്ണീര് കുടിക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് ആവില്ല ബാലകൃഷ്ണൻ. ബാലകൃഷ്ണൻ അകത്ത് കയറിക്കും, കാപ്പിടിച്ചിട്ട് പോവാ. ബാലകൃഷ്ണ, ബ്രോ, തന്നോട് കുടിക്കരുന്നല്ലേ ഡോക്ടർ പറഞ്ഞിട്ടില്ല? താൻ പോടോ. ഈ അവസ്ഥയിൽ താൻ കുടിക്കാൻ പാടില്ല ബാലകൃഷ്ണൻ. വിഷമം വന്നാൽ ആരായാലും സ്വല്പം കുടിക്കും. വിഷമം വരുമ്പോ കുടിക്കാൻ താനാര്, ദേവദാസോ? ജീവിച്ചിരിക്കുമ്പോഴേ ഇതിനേക്കാൾ ഒരുപാട് ദുഃഖം എനിക്കും ഉണ്ടായിട്ടുണ്ട്. അന്ന് ഞാൻ കുടിച്ച് കൂത്താടിരുന്നെങ്കിലേ ഇന്ന് ഈ ഹൃദയം കൊണ്ട് തനിക്ക് വല്ല പ്രയോജനം ഉണ്ടാവുമായിരുന്നോ? തന്റെ ഉപദേശം ഒന്നും എനിക്ക് കേൾക്കണ്ട. ഞാൻ കുടിക്കും, തോന്നിയ പോലെ നടക്കും. ബ്രോ, അത്രയ്ക്കായോ? എന്നാ കുടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. വിടാല്ലോ പറഞ്ഞത്. ചവിട്ട് ഞാൻ. എന്റെ പേഴ്സണൽ കാര്യത്തിനകത്ത് ഇടപെടരുത്. ബ്രോ.
ബാലകൃഷ്ണ, ജീവിച്ചിരിക്കുക എന്നുള്ളത് ഒരു മഹാഭാഗ്യം. അത് നഷ്ടപ്പെട്ടതിന്റെ ദുഃഖം എന്താണെന്ന് എനിക്കറിയാം. അറിഞ്ഞുകൊണ്ട് നശിപ്പിക്കരുത്. ചാവട്ടോ, ചാവാൻ വേണ്ടി ഞാൻ കുടിക്കുന്നു. ഞാൻ കുടിക്കും. മാറോ, മാറാല്ലേ പറഞ്ഞത്? അത്രക്കായോ? എന്നാ കുടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. മാറോ, മാറോ. എന്താണോ കാണിക്കണേ? മനുഷ്യന് കഴിക്കാനും സമ്മതിക്കില്ല. സോറി. സമാധാനമായല്ലോ. ബാലകൃഷ്ണ, ബാലകൃഷ്ണ, പുറകെ വരരുത്, എന്റെ പുറകെ വരരുത്. ബാലകൃഷ്ണ ദേഷ്യപ്പെടരുത്. ബാലകൃഷ്ണ നന്മയ്ക്ക് വേണ്ടിയിട്ടില്ല ഞാൻ പറയുന്നത്. പോടോ, ബാലകൃഷ്ണ ഒന്ന് നിന്നേ. താൻ പോടോ. ബാലകൃഷ്ണ ഞാൻ ഒന്ന് പറയുന്നു കേക്ക്. പോവാനല്ലേ പറഞ്ഞത്? ബാലകൃഷ്ണ എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പൊക്കോ ബാലകൃഷ്ണ. ഇന്ന് ഞാൻ കൊല്ലും. ബാലകൃഷ്ണ, ബാലകൃഷ്ണ, ബാലകൃഷ്ണൻ, സിസ്റ്ററെ, വാതിലും തുറക്ക്. അയ്യോ, അമ്മേ, അയ്യോ, അയ്യോ എന്ത് പറ്റി? പെട്ടെന്നൊരു വേദന. പിടിക്കണോ? ഒരുത്തം പിടിച്ചിട്ടുണ്ടല്ലോ. അയ്യോ. നമസ്കാരം സാർ. നമസ്കാരം. ആ.